എന്താ സ്വാമി ഈ രാത്രിയിൽ? നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ രാത്രി നടന്ന വിളിക്കാതിരിക്കാൻ പറ്റുമോ തങ്കച്ചി? ഞാനൊരു വീഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വിളിക്കും. എനിക്ക് ഗുണമുള്ളത് വല്ലതും ആണോ സ്വാമി? അതുകൊണ്ടല്ല അയച്ചത്. ആദ്യം കാണ്, അപ്പം മനസ്സിലാവും ഗുണമുള്ളതാണോ അല്ലേന്ന്. തകർത്തല്ലോ സ്വാമി താനിതെങ്ങനെ സംഘടിപ്പിച്ചു? അതാണ് സ്വാമി, ശൂന്യതയെന്ന് സൃഷ്ടിക്കും, അതേപോലെ നശിപ്പിക്കുകയും ചെയ്യും. സൃഷ്ടിക്കാൻ എനിക്കറിയാം, പരിപാലിക്കാൻ അറിയാം, നശിപ്പിക്കാനും അറിയാം. അവൻ ഒരു എല്ല് കൂടുതലായിരുന്നു ആ നിരഞ്ജൻ. ആ എല്ല് ഞാൻ ഒടിച്ചു. ആ ദൃശ്യങ്ങളാണ് ഇപ്പൊ തങ്കച്ചി കണ്ടത്. താനാണോ ആളെ വിട്ടത്? പിന്നല്ലാതെ. അതുകൊണ്ടല്ല ഷൂട്ട് ചെയ്യാൻ പാകത്തിന് എനിക്ക് അവിടെ എത്താൻ പറ്റിയത്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് തങ്കച്ചിക്ക് അറിയാലോ. തല പൊക്കി നടക്കരുത്, ആ തരത്തിലാക്കും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ സ്വാമി. അവ ഒറ്റയെടുത്തനാ എനിക്കെതിരെ കേസ് കൊടുക്കാൻ രംഗത്തിറങ്ങിയത്. ഇവനെ ഒന്ന് പൂട്ടണമെന്ന് ഞാൻ വിചാരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറേ ആയി. ഒടുക്കപ്പ താനാ അതിനും എന്നെ സഹായിക്കുന്നത്. ഇതൊക്കെ ഓർമ്മ ഉണ്ടായാൽ മതി സ്വാമി. ബാക്കി എന്ത് മറന്നാലും ഇത് ഞാൻ മറക്കില്ല. അത്രയ്ക്ക് മൂർച്ചയുള്ളൊരായുധ താൻ എനിക്ക് തന്നിരിക്കുന്നത്. എന്നെ സദാചാരം പഠിപ്പിക്കാൻ വരലായിരുന്നല്ലോ ജയശങ്കറിന്റെ പതിവ്. ഇതിനയാൾ എന്തുത്തരം പറയും? പിന്നെ അവള് ആ അപ്സരസ്, ജയശങ്കറിന്റെ മോള്, അവളും കാണട്ടെ ഭർത്താവിന്റെ ലീലാവിലാസം. എന്നാ താൻ വച്ചോ, ഇപ്പൊ തന്നെ ഞാൻ പണി തുടങ്ങട്ടെ. ശരി. ആകെ നാണക്കേടായി. എനിക്കല്ല പ്രശ്നം, മാലൂന. എനിക്കെന്ത് പ്രശ്നം? അല്ല, ജോലി മാനേജ്മെന്റ് അറിഞ്ഞാ മാലൂന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വരെ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ നിരഞ്ജൻ. സത്യം എന്ന് പറയുന്നൊരു സാധനമില്ലേ, അതിനൊരു വിലയും ഇല്ലെന്നാണോ നിരഞ്ജൻ പറയുന്നത്? എനിക്കൊരു പേടിയുമില്ല. എന്ത് വന്നാലും നേരിടാനുള്ള ചങ്കൂറ്റപ്പ് എനിക്കുണ്ട്. എന്നാലും ഞാൻ കാരണം മാലൂനൊരു ചീത്തപ്പേരായി. അതിലാ എനിക്ക് സങ്കടം. കുറെ സദാചാരക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനാണോ നിരഞ്ജൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നമ്മുടെ സമൂഹത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഒരു വിലയും ഇല്ലാതായിട്ട് എത്ര കാലമായെന്നറിയോ നിരഞ്ജന്? എപ്പോഴും അതിന്റെ ഇരയാവുന്നതോ സ്ത്രീകള്. നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ? ഈ വീട്ടിൽ ഒരുമിച്ചിരുന്നതോ? എന്താ അങ്ങനെ ഇരിക്കാൻ പാടില്ലേ? ആ, മാലു പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷേ ആളുകൾ നമ്മൾ പറയുന്നൊന്നും വിശ്വസിക്കില്ലല്ലോ. അക്ഷര ഇതെങ്ങനെ എടുക്കുമെന്ന് ഓർത്ത് നിരഞ്ജന് നല്ല പേടിയുണ്ടല്ലേ? ഇന്നുവരെ ഞാനായിട്ട് അവർക്കാർക്കും ഒരു നാണക്കേടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് അതും സംഭവിച്ചു. ഇതുപോലുള്ള സാഹസങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ പലതും നഷ്ടപ്പെടും നിരഞ്ജൻ. യുദ്ധത്തില് നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? എല്ലാം നേരിടാനുള്ള ചങ്കൂറ്റം വേണം. അങ്ങനെയുള്ളവരെ ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാവൂ. ഞാൻ നിരഞ്ജനെ കുറ്റപ്പെടുത്തിയതല്ല. എന്നെക്കുറിച്ച് ഓർത്ത് നിരഞ്ജൻ വിഷമിക്കണ്ട. എനിക്കാരെയും ബോധിപ്പിക്കാനില്ല. അതുപോലെയല്ല നിരഞ്ജൻ. അതുകൊണ്ട് നിരഞ്ജന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഞാനുമായിട്ടുള്ള അടുപ്പം ഇവിടെ വെച്ച് വേണ്ടാന്ന് വെക്കാം. ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല എന്ന് തീരുമാനിക്കാം.